നമസ്കാരം. കേന്ദ്ര ജനക്ഷേമ പദ്ധതികളുടെ ഗുണം സാധാരണക്കാർക്ക് എത്തുന്നില്ല എന്നും മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേന്ദ്ര പദ്ധതികളെല്ലാം തന്നെ ജനങ്ങൾ നേരിട്ടെത്തിക്കുവാനുള്ള നടപടി കൈക്കൊള്ളുമെന്നുമൊക്കെ ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. കേന്ദ്ര സർക്കാർ പദ്ധതികളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ പേര് മാറ്റി സ്വന്തം അക്കൗണ്ടിലേക്ക് ആക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് ജനം തിരിച്ചറിയുന്നുണ്ട് എന്ന് മറന്നു പോകരുത്. അത് ചെങ്കലിലെ സായി പബ്ലിക് സ്കൂളിൽ നടന്ന വോട്ടർമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു ചന്ദ്രശേഖർ ഇത്തരത്തിലുള്ളൊരു വാദം മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇടത് വലത് മുന്നണികൾ അവരുടെ വികസന നേട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ധ്രുവീകരണ രാഷ്ട്രീയത്തിനാണ് ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നു. വിവിധ തരത്തിലുള്ള നിർമ്മാണ വികസന പദ്ധതികളുടെ ആവശ്യകത സ്ഥാനാർത്ഥിക്ക് മുന്നിൽ ജനങ്ങൾ പലതരത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം. അത് നമുക്കറിയാം. തിരുവനന്തപുരത്തിൻ്റെ ബാലരാമപുരത്തും അമരോള കണ്ണൻകുഴിയിലും ഏതുകൊണ്ടൻ കാണിയിലുമൊക്കെ റെയിൽവേ മേൽപ്പാലം അടക്കമുള്ളവ വേണമെന്ന് അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ, അതിന് അദ്ദേഹം കൃത്യമായി ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടുവരാം. കഴിഞ്ഞ 15 വർഷമായിട്ടും ഈ 3 സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരിടത്ത് ഒരു മേൽപ്പാലം കൊണ്ടുവരുവാൻ ഈ ഇരു സർക്കാരുകളുടെ ശ്രമം നടത്തിയിട്ടില്ല എന്നുകൂടി ജനങ്ങൾ കുറ്റപ്പെടുത്തലുകൾ നടത്തുകയാണ്. BJPയുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്തരത്തിലൊരു ജനസമ്പർക്ക പരിപാടി നടത്തി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഈ BJPയുടെ എന്നല്ല ഏത് സർക്കാരിൻ്റെ ആണെങ്കിലും കേന്ദ്ര ജനക്ഷേമ പദ്ധതികൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ പദ്ധതികളൊന്നും ഒരിക്കലും ജനങ്ങളിലേക്ക് എത്താറില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുമ്പോൾ മൂന്നാം മോദി സർക്കാരിൽ വീടുകൾ ഉൾപ്പെടെയുള്ളവ ആ വീട് നിർമ്മിക്കുവാനുള്ള പണം അടക്കം നേരിട്ട് നൽകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ്. അതായത് മൂന്നാം മോദി സർക്കാരിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരമുള്ള ഫണ്ട്, ആ ഫണ്ട് എന്ന് പറയപ്പെടുന്നത് ഗുണഭോക്താക്കൾക്ക് നേരിട്ട് നൽകുക എന്നുള്ള ലക്ഷ്യം, അത്തരത്തിലുള്ളൊരു നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഉറപ്പ് എന്ന് പറയപ്പെടുന്നത്. കാരണം പല ആൾക്കാർക്കും ഇപ്പോൾ വീടുകൾ വെക്കാൻ കഴിയുന്നില്ല. വീട് വയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് അടക്കം, അത് തൊഴിലാവട്ടെ തൊഴിലുറപ്പ് തൊഴിലാളികളാവട്ടെ ഒക്കെ കൃത്യമായി ബാധിക്കുന്നുണ്ട്. അവയടക്കം മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. തെലങ്കാനയിലും തമിഴ്നാട്ടിലും 100% കുടിവെള്ളം കേന്ദ്ര സർക്കാർ ലഭ്യമാക്കുമ്പോൾ കേരളത്തിൽ മാത്രം 51%. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയുടെ നേർക്കാഴ്ചയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ നഗര ഗ്രാമപ്രദേശങ്ങളിൽ അദ്ദേഹം നടത്തിയ യാത്രകളിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് പലർക്കും, പല ജനങ്ങൾക്കും, പാവപ്പെട്ട പല ആൾക്കാർക്കും താമസിക്കാൻ വീടില്ല, കുടിക്കാൻ കുടിവെള്ളമില്ലാത്ത തരത്തിലുള്ള വലിയ ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥിതിവിശേഷം. ദാരിദ്ര്യരേഖയിൽ താഴെ താമസിക്കുന്ന ആൾക്കാർക്ക് ഗതികെട്ട് ജീവിക്കുന്ന ഒരു അവസരം. ഇതിൽ നിന്ന് കേന്ദ്ര ജനക്ഷേമ പദ്ധതികൾ പലപ്പോഴും കേന്ദ്രം നൽകാറുണ്ട്. അതിപ്പോൾ തെലങ്കാനയിലും തമിഴ്നാട്ടിലൊക്കെ 100% കുടിവെള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ആകെ നടപ്പിലായിട്ടുള്ളത് 51% മാത്രമാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള അത്തരത്തിലുള്ള ജനക്ഷേമപരമായിട്ടുള്ള പല പദ്ധതികളും നടപ്പിലാക്കാതെ വൈകിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇവിടെ ആകെ കേരളത്തിലുണ്ടായിരിക്കുന്ന 51% മാത്രമാണ് അത്തരത്തിൽ ജനങ്ങൾക്ക് കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതുപോലെ തെലങ്കാനയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും BJP അല്ലല്ലോ ഭരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ ഇതുപോലെ BJP ഇതര ഗവൺമെൻറ്റുകൾ ഉള്ളിടത്ത് പോലും ജനങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതികൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ അത് നടപ്പിലാക്കുന്നില്ല. അത് കെടുകാര്യസ്ഥതയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ കേന്ദ്ര ജനക്ഷേമ പദ്ധതികളുടെ ഗുണമെന്ന് പറയപ്പെടുന്ന സാധാരണക്കാർക്ക് നേരിട്ടെത്തിക്കുവാനുള്ള പദ്ധതികളായിരിക്കും ഇനി വരാൻ പോകുന്ന, അതായത് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ വരാൻ പോകുന്നത്. അതുകൊണ്ട് കേന്ദ്രത്തിൽ അധികാരത്തിൽ മോദി എത്തിക്കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് വയ്ക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നേരിട്ട് പണം എത്തിക്കുന്ന പദ്ധതി നടപ്പിലാക്കുമെന്നും കുടിവെള്ള പദ്ധതികൾ 100% പ്രാവർത്തികമാക്കുമെന്നുള്ള ഉറപ്പാണ് രാജീവ് ചന്ദ്രശേഖർ ജനങ്ങൾക്ക് നൽകുന്നത്.